Hi friends, welcome back. നമ്മൾ കുറേ അധികം നാളായിട്ട് കാത്തിരിക്കുന്ന പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ് സാംസങ്ങിന്റെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങളിൽ പലരും അതിനൊരു എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ഫ്ലിപ്പ് 5 എന്ന ആ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. നിങ്ങളിത് വാങ്ങിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇത്തരം ഫോണുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു അടിപൊളി ഐറ്റമാണ്, ഒരു ലക്ഷറി പ്രീമിയം ഡിവൈസ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് കാണാം. ഈ കാണുന്നതായിരുന്നു അതിന്റെ ബോക്സിൽ പ്രത്യേകിച്ച് അധികം ഒന്നുമില്ല. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മുടെ ഫോൺ കയ്യിൽ കിട്ടും. നല്ല ലക്ഷറി ഡിവൈസ് തന്നെയാണ്, നല്ല പക്ക പ്രീമിയം ഫീലാണ് ഇതിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. ഇതിന്റെ സൈഡിലെ ഗ്യാപ്പ് ഒക്കെ അവർ ഒഴിവാക്കി, ഇപ്പൊ ശരിക്കും ഫ്ലാറ്റ് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കുവാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നല്ല ഒന്നാം തരം പ്രീമിയം ലുക്കിലാണ് ഈ ഡിവൈസ് ഇരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലെ കവർ ഡിസ്പ്ലേ ഒക്കെ നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടുണ്ട് തവണ. ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ ജസ്റ്റ് ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ, അത്രയേ ഉള്ളൂ. ഇതിന്റെ തിക്നെസ് നോക്കിയാൽ 15.1 mm ആണ് തിക്നെസ് വരുന്നത്. സോ വല്ലാണ്ടുള്ള തിക്നെസ് ഒന്നും പറയാനല്ല, മുമ്പത്തെ വെർഷനെ അപേക്ഷിച്ച് കുറവാണ് താനും. സ്ലിമ്മർ ആണ്, പോക്കറ്റബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. എന്തായാലും ഇതിന്റെ മെക്കാനിസം ഒക്കെ ഇപ്പോഴും പഴയ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെക്കാനിസം ആണ്. അവർ പറയുന്നത് ഇംപ്രൂവ്ഡ് ഷോക്ക് റെസിസ്റ്റൻസ് വിത്ത് ഡുവൽ റെയിൽ ഹിഞ്ച് എന്നൊക്കെയാണ്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അകത്ത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ് ഒക്കെയാണ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. IP68 വാട്ടർ റെസിസ്റ്റന്റും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പക്ക പ്രീമിയം ഡിവൈസ്. 4 കളറിലാണ് ഇത് വരുന്നത്. ഗ്രാഫൈറ്റ്, ക്രീം, ലാവൻഡർ, മിന്റ്. എന്റെ കയ്യിലിരിക്കുന്നത് മിന്റ് കളറാണ്. ഇതിന്റെ കവർ ഡിസ്പ്ലേ 3.4 ഇഞ്ച് വരുന്ന SuperAMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. ഇത് ഏകദേശം 3.78 ടൈംസ് ലാർജർ ദാൻ പ്രീവിയസ് ജനറേഷൻ എന്നാണ് പറയുന്നത്. അതായത് മുമ്പത്തെ വെർഷൻ ഫ്ലിപ്പ് 4നെ അപേക്ഷിച്ച് അത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നതാണ് അവർ കണക്ക് പ്രകാരം പറയുന്നത്. എന്തായാലും യൂസ്ഫുൾ ആണ് ഈ ഒരു ഡിസ്പ്ലേ. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ബേസിക് ഇൻഫോസ് ഈസി ആയിട്ട് ഇവിടെ കാണാം. അതായത് ടൈം, അതേപോലെ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൂചനകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വലുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ നാവിഗേഷൻ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. അതായത് നമ്മൾ മുകളിൽ താഴേക്കാണെങ്കിൽ കൺട്രോൾ സെന്ററും കാര്യങ്ങളുമാണ് കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിലേക്ക് വിഡ്ജറ്റുകൾ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷനുകൾ, ഒരുപാട് ആപ്ലിക്കേഷനുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ബട്ട് കുറച്ച് ആപ്ലിക്കേഷനുകൾ, യൂട്യൂബ് അടക്കമുള്ള ചില ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിൽ ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ആപ്ലിക്കേഷൻസ് ഭാവിയിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. സോ അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് ഇതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സി വാച്ചുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ. പിന്നെ വിഡ്ജറ്റ്സ്, ഇതിൽ കാണുന്ന വിഡ്ജറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല ഇതിന്റെ എല്ലാ വിഡ്ജറ്റും ഒരുമിച്ച് കാണാൻ നമ്മൾ നടുവിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. എല്ലാ വിഡ്ജറ്റും ഒറ്റ വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തായാലും നൈസായി എന്ന് പറയാം. പിന്നെ ഫ്ലെക്സ് വിൻഡോ എന്ന് പറയുന്ന ഈ സംഗതി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കാണുന്ന ഒരു വാൾപേപ്പർ മാത്രമല്ല, നമ്മൾ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. വിഡ്ജറ്റ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു വാൾപേപ്പറിന്റെയും ആ ഒരു വിൻഡോയുടെ തന്നെ കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഇതിൽ പല ടൈപ്പ് ഉണ്ട്. അതിൽ ചിലതിലൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് തന്നെ ഇടാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വന്നാൽ കുറച്ച് ആനിമേറ്റഡ് ആയ ഹേർട്ട് കണ്ടോ, ഈ ഹേർട്ടിന്റെ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതും അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഡീഫോൾട്ട് ആപ്പ് മാത്രമല്ല, തേർഡ് പാർട്ടി ആപ്പ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സ് അടക്കം ഇതിൽ കിടക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആപ്പുകളും സപ്പോർട്ട് ചെയ്യുന്ന സാരം. ധാരാളം ആപ്ലിക്കേഷനുകളുടെ സപ്പോർട്ട് ഭാവിയിൽ വരുമെന്നും പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്ത് സാംസങ് വാലറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ സാംസങ് വാലറ്റ് ആക്ടിവേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് യൂസ് ചെയ്യാനുള്ള സൗകര്യം ഇവർ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ യൂട്യൂബ് കാണുക അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും താഴെ ടച്ച് പാഡ് പോലുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ടച്ച് പാഡിലൂടെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. പിന്നെ വീഡിയോ കോൾ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഫ്ലെക്സ് മോഡിൽ വെച്ചാൽ വീഡിയോ കോളിന്റെ ഭാഗം കൃത്യമായിട്ട് നമുക്ക് കാണുന്ന തരത്തിൽ സെറ്റായിട്ട് നിന്നോളും. സോ അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഫ്ലെക്സ് വിൻഡോയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ക്യാമറപരമായ കാര്യങ്ങളിലേക്ക് വന്നാലും ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഫ്ലെക്സ് വിൻഡോയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ ക്യാമറ നോർമലി മുമ്പത്തെ ആ ഒരു സ്പെക്കൊക്കെ തന്നെയാണ്. 12 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് വരുന്നത്. ഒപ്പം തന്നെ 10 മെഗാ പിക്സലിന്റെയാണ് ഇതിനകത്തിരിക്കുന്ന മെയിൻ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന സെൽഫി ക്യാമറ. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഏത് രീതിയിൽ വേണമെങ്കിലും, സെൽഫി രീതിയിൽ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ജസ്റ്റ് പവർ ബട്ടണിൽ 2 ടാപ്പ് കൊടുത്താൽ ആ ക്യാമറ അപ്പം തന്നെ ഓണായി വരുന്നത് കാണാം. അതായത് നമുക്ക് ഫ്ലെക്സ് ക്യാം എന്ന രീതിയിൽ ഇങ്ങനെ ക്യാമറ ഈ രീതിയിൽ വെച്ചുകൊണ്ട്, ഈ ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ
സെൽഫീസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് മുമ്പിൽ നമ്മൾ ഇരുന്നുകൊണ്ട് കൈ ഉയർത്തി കാണിച്ചാൽ മതി. അകലിരുന്നുകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്താണെങ്കിലും അത് അവിടെ ക്യാപ്ചർ ആയിക്കോളും. അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഷോർട്സ് റീൽസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് ഒരിടത്ത് കൊണ്ട് വെച്ചിട്ട് എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും റീൽസ് എടുക്കാൻ ഈസി ആയിട്ട് സാധിക്കും. ഒരു ട്രൈപോഡിന്റെ ആവശ്യമില്ല. പിന്നെ ഈ ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാച്ച് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇവരുടെ ഗാലക്സി വാച്ച് 6 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ബട്ട് 5 ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലും ഇത് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ചുമ്മാ ക്യാപ്ചർ ചെയ്യാനാണെങ്കിലും അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് വാച്ചിൽ തന്നെ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് അവിടെ ക്ലിക്ക് ആയിക്കോളും. വീഡിയോ ആണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് മാറ്റിക്കൊണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. സൂം ചെയ്യാൻ വരെ ഈ ഒരു വാച്ച് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇതും ആ വാച്ച് തമ്മിലുള്ള ഒരു സിങ്കിനെ സൂചിപ്പിക്കുന്നു. എന്തായാലും കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. മെയിൻ ക്യാമറ ഇമേജുകൾ അത് നോർമൽ ഇമേജുകൾ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ തന്നെയാണ് സാംസങ്ങിന്റെ എല്ലാ റേഞ്ചിലെ ഫോണിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. മെയിൻ ക്യാമറ സെൽഫി പോലെ പിടിച്ചുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസന്റ് ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. മെയിൻ ക്യാമറ വീഡിയോ ആൻഡ് സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. VDIs അഡാപ്റ്റീവ് VDIS സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. നല്ല സ്റ്റേബിളായ വീഡിയോസ് ആണ് കിട്ടുന്നത്. ഈവൻ നൈറ്റ് വീഡിയോസ് അടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ലോ ലൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു നൈറ്റ് സിറ്റുവേഷനിൽ അടക്കം നമുക്ക് നല്ല ഡീസന്റ് ക്വാളിറ്റിയിൽ വീഡിയോസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഈ കാണുന്ന പോലെ. സോ മൊത്തത്തിൽ സംഗതി എങ്ങനെയുണ്ട്? ക്യാമറ കൊള്ളാവോ? എന്നെ സംബന്ധിച്ച് ഇവരുടെ ക്യാമറ മുമ്പത്തെ വെർഷനിലും അടിപൊളി തന്നെയായിരുന്നു. ഇപ്പോഴും അടിപൊളി ക്വാളിറ്റി തന്നെയാണ്. ക്യാമറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇതിന്റെ ഫ്ലെക്സ് വിൻഡോയുടെ കാര്യവും ക്യാമറയുടെ കാര്യവും, ഫ്ലെക്സ് വിൻഡോയിൽ എങ്ങനെ ക്യാമറ ഉപയോഗിക്കാം എന്നുള്ള കാര്യവും ക്യാമറ സാമ്പിളൊക്കെയാണ്. മെയിൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സംഗതി ഇതിനകത്തുണ്ട്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1 Hz to 120 Hz അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ആണ് മെയിൻ ഡിസ്പ്ലേയിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. സോ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ലെവൽ പെർഫോമൻസ് കിട്ടും. നോർമൽ യൂസിലൊന്നും ഒരു വിഷയമില്ല. One UI ഓൾറെഡി വെരി വെൽ ഒപ്റ്റിമൈസ്ഡ് UI ആണ്. അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒപ്പം തന്നെ ഈ ഒരു പ്രോസസ്സറിന്റെ പവർ കൂടി ചേരുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ലാതെ നൈസായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 3700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ വെർഷനിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സോ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. വയർലെസ് ചാർജിങ്ങും വയേർഡ് ചാർജിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. അതിൽ കാര്യമായ ഇമ്പ്രൂവ്മെന്റ് ഒന്നും അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. എങ്കിൽ പോലും 8 Gen 2 എന്ന പ്രോസസ്സർ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനൊരു 2-3 ദിവസം ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇതിനൊക്കെ ഉപരി ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടോയുടെ ഫ്ലിപ്പ്, റേസർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോയുടെ ഫൈൻഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഫോണുകളെല്ലാം വരുമ്പോഴും അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം ഒരു പ്രീമിയം ഫീൽ, ഒരു നല്ല യൂസർ എക്സ്പീരിയൻസ്, ഒരു ലക്ഷറി ഫീൽ ഈ ഫോണിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഫോണിൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത. ഒരുപക്ഷെ നിങ്ങളും ഇതെല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്യുമായിരിക്കാം. എന്തായാലും ഒരു സുപ്പീരിയർ ഡിവൈസ് ആണെന്ന് പറയാം. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം അവർ 2-3 കേസ് കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ആ കേസുകൾ ട്രൈ ചെയ്യാട്ടോ. ഒന്ന് സാധാരണ ലെതർ കേസാണ്, ഇങ്ങനെ കാണുന്ന ഒരു കേസ്. ഇത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ ഈ രീതിയിലാണ് ഇരിക്കുക. നോർമലായ ഒരു ഫ്ലിപ്പിന്റെ കേസ് എന്ന് പറയാം. എന്നാൽ ഇതല്ലാതെ ട്രാൻസ്പെറന്റ് കേസ്, ഈ കാണുന്ന ഐറ്റം, ഓക്കെ, ഇതും നോർമലാണ്. എന്നാൽ ഇതല്ലാതെ ഈ ട്രാൻസ്പെറന്റ് കേസിന്റെ ഒപ്പം ഇങ്ങനെ 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് NFC എനേബിൾഡ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പെറന്റ് കേസിന്റെ ബാക്ക് സൈഡിലത്തെ ഭാഗത്ത് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇത് ഈ ഫോണിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണുന്ന പോലെ ആ വാൾപേപ്പർ ഉടൻ തന്നെ ഇതിന്റെ ഒരു സ്റ്റൈലിലേക്ക്, ആ ഒരു ബാക്ക് പാനലിന്റെ ഡിസൈനിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് ഇതിട്ടാലും അതേപോലെ തന്നെ മാറുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ബാക്ക് പാനലുകളും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ കേസുകൾ കിട്ടാനുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഈ ഫോൺ മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന ഫോണുകളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പല പാർട്സുകളും സസ്റ്റൈനബിലിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ ഫോണിനെ കുറച്ചുകൂടി പ്രകൃതിയോട്, നേച്ചറിനോട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെ. ഇനി ഇതിൻ്റെ വില നോക്കിയാൽ 8GB RAM 256 GB സ്റ്റോറേജ്, 8GB RAM 512 GB സ്റ്റോറേജ്, 2 വേരിയന്റ് വരുന്നുണ്ട്. 99,999 രൂപയാണ് ഇതിൻ്റെ വില. 1 ലക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല, പകരം 99,999 ഇതാണ് ഇതിന്റെ വില. ഓഫർ ഉണ്ട് കേട്ടോ. ബാങ്ക് ഓഫർ നോക്കി കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് 8,000 രൂപയുടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ 12,000 രൂപയുടെ അപ്ഗ്രേഡ് ബോണസും ഇവർ പറയുന്നുണ്ട്. സോ 79,999 രൂപ. ആ റേഞ്ചിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് സാംസങ് പറയുന്നത്.
തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. എല്ലാ വിശദ വിവരങ്ങളും അടങ്ങുന്ന ഒരു പുതിയ ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു റിവ്യൂ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമന്റുകൾ അനുസരിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.